إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഖതറുൽ ലിസാൻ, ഒരു മനുഷ്യൻ്റെ നാവ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂലൂ ഖൗലൻ സദീദാ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അങ്ങേയറ്റം സൂക്ഷിക്കണം. പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഖൂലൂ ഖൗലൻ സദീദാ, നേരായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയാവൂ, സത്യം മാത്രമേ നിങ്ങൾ പറയാവൂ. അപ്രകാരം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാകുന്നതാണ്. ഒരു മനുഷ്യൻ പറയുന്നത് സത്യമാകണമെന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ പറയുന്നത് മൊത്തം കളവാണ് എങ്കിൽ അവന്റെ കാര്യങ്ങളൊന്നും തന്നെ ശരിയാകുകയില്ല എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, പറയുന്ന വാക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നേരായ കാര്യം മാത്രമേ നിങ്ങൾ പറയാവൂ. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും, നന്നായി തീരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരനുസരിക്കുന്നുവോ ഫഖദ് ഫാസ ഫൗസൻ അദീമാ, അവനാകുന്നു ഏറ്റവും ഉന്നതമായ വിജയം വിജയിക്കുന്നവൻ.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നർ റജുല ലയസ്ദുഖു വയതഹറ സിദ്ഖ് ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ. അസ്സിദ്ഖു യഹ്ദി ഇലൽ ബിർ വഇന്നൽ ബിർറ ലയഹ്ദി ഇലൽ ജന്ന. ഒരു മനുഷ്യൻ സത്യമേ പറയൂ. അയാൾ ഏതൊരു കാര്യം പറയുമ്പോഴും സത്യം പറയുവാൻ വേണ്ടി അയാൾ പരിശ്രമിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് സത്യമായിരിക്കണേ എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള മനുഷ്യൻ, അപ്രകാരം പറയുന്നത് സത്യമാകുന്നത് കാരണത്താൽ അള്ളാഹുവിന്റെ പക്കൽ സുദ്ദീഖ് എന്ന അയാളെ കുറിച്ച് രേഖപ്പെടുത്തപ്പെടും. സത്യം നന്മയിലേക്കാണ് മനുഷ്യനെ നയിക്കുക, നന്മയാകട്ടെ സ്വർഗത്തിലേക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. എന്നാൽ ദൗർഭാഗ്യവാനായ മറ്റൊരു മനുഷ്യനോ, വഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹ് ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ. ഒരു മനുഷ്യൻ നാവെടുത്താൽ കളവേ പറയൂ. വയതഹറൽ കദിബ്, പറയുന്നത് കളവാകുവാനും മറ്റുള്ളവരെ കബളിപ്പിക്കുവാനും പരിശ്രമിക്കുന്ന മനുഷ്യൻ, ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, പടച്ച റബ്ബിന്റെ പക്കൽ അവനെ കള്ളനെന്ന് നാമകരണം ചെയ്യപ്പെടുന്നത് വരെ അവൻ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് മനുഷ്യനെ നയിക്കുന്നത് തിന്മയിലേക്കാണ്. വഇന്നൽ ഫുജൂറ ലയഹ്ദി ഇലൻ നാർ, അപ്രകാരമുള്ള അധർമ്മം മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നരകാഗ്നിയിലേക്കാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുന്നു. ഇയ്യാകും വൽ കദിബ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കളവ് പറയുന്നതിനെ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാനി യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാനി ആതിയാനി മിൻ റബ്ബി ഫഖാല ഇൻതലിഖ് ഫൻതലഖ്തു മഅഹുമാ. അല്ലാഹുവിന്റെ പക്കൽ നിന്ന് എന്റെ അരികിലേക്ക് രണ്ട് ദൂതന്മാർ വന്നു. അവരെന്നോട് പറഞ്ഞു, നീ പുറപ്പെടുക. ഞാൻ അവരോടൊപ്പം പുറപ്പെട്ടു. ഫഇദാ ബിറജുലിൻ മുസ്തൽഖിൻ അലാ ഖഫാഹ്, ഒരു മനുഷ്യൻ തന്റെ പിരടി വെച്ചുകൊണ്ട് മലർന്നു കിടക്കുന്നുണ്ട്. വആഖറു ഇൻദഹു മഅഹു കല്ലൂബും മിൻ ഹദീദിൻ, അവന്റെ അരികിൽ ഇരുമ്പിന്റെ കൊളുത്തുകളുമായി മറ്റൊരാൾ നിൽക്കുന്നത് ഞാൻ കാണാനിടയായി. എന്നിട്ട് പറഞ്ഞു, യഖൂമു അലൈഹി ഫയുശർശിറു, ആ മനുഷ്യൻ ആ ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് ഫയുശർശിറു ഷിഖൈഹി ഇലാ ഖഫാഹ് വഐനഹു ഇലാ ഖഫാഹ് വമൻഖറഹു ഇലാ ഖഫാഹ്. ഇരുമ്പിന്റെ കൊളുത്തുമായി നിൽക്കുന്ന മനുഷ്യൻ അവന്റെ മൂക്കിൽ ആ കൊളുത്തിട്ട് അവന്റെ പിറകു ഭാഗത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവന്റെ കവിളുകളിൽ നിന്ന് ആ കൊളുത്തുകൾ കൊണ്ട് കൊളുത്തിപ്പിടിച്ച് പിറകുവശത്തേക്ക് വരെ അവന്റെ മാംസത്തെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു. അവന്റെ കണ്ണുകളിൽ കൊളുത്തിട്ട് അവന്റെ പിറകുവശത്തേക്ക് ആ കൊളുത്തുകൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ശിക്ഷ ഞാൻ കാണാനിടയായി. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാൻ, ഈ രണ്ടുപേരുടെ കാര്യം എന്താണ്? ഫഖീല ലീ ഇന്ന الرجل ലയഗ്ദൂ മിൻ ബൈതിഹി ഫയക്ദിബുൽ കദിബ, ആ മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എന്തെങ്കിലും ഒരു കളവ് പറയും. ഫതുഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്, അവനിൽ നിന്ന് ആളുകളൊക്കെ ആ കളവ് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കപ്പെട്ട് ആകാശം മുട്ടുവോളം ആ കളവ് പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലാണ്. വീട്ടിലിരുന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. അങ്ങനെ കളവ് പറയുന്ന അയാൾ തുടങ്ങിവെച്ച ആ കളവ് ആകാശം മുട്ടുവോളം നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യന് ലഭിക്കുന്ന فهذا حاله إلى يوم القيامة فيصنع به هذا إلى يوم القيامة, അന്ത്യദിനം വരുവോളം
അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയാണത്. അന്ത്യദിനത്തിൽ വേറെ ഉണ്ടാവും. ബർസഖിൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയപ്പെട്ടത്. സഹോദരങ്ങളെ, ഇംസിക് അലൈക ലിസാനക്, ഒരു മനുഷ്യൻ തന്റെ നാവിനെ നിയന്ത്രിക്കണം. നാവ് എന്ന് പറയുന്നത് പടച്ച റബ്ബിന്റെ മുന്നിൽ നാളെ മറുപടി പറയേണ്ടതായ ഒന്നാണ് എന്നുള്ള ബോധ്യം ഓരോ മനുഷ്യനുണ്ടാകണം. ഖുലിൽ ഹഖ വലൗ കാന മുർറൻ, അപ്രിയകരമാണെങ്കിലും ശരി, പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിലും ശരി, സത്യം പറയൂ എന്ന് പഠിപ്പിക്കപ്പെടുന്നത് അവിടെയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യമേ പറയാവൂ. നാവുകൊണ്ട് സത്യം മാത്രം പറയണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുടെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി സത്യം മാത്രം പറയുന്നവരായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله نسوكشيكم تقويودകൂടി പടച്ചറബ് തന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയതകല്ലമു ബികലിമത്തിൻ ലാ യുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫീ നാരി ജഹന്നമ 70 ഖരീഫ. ഒരു മനുഷ്യൻ അശ്രദ്ധമായി പറയുന്ന ചില വാക്കുകൾ കൊണ്ടൊരു പക്ഷേ നരകാഗ്നിയിൽ 70 വർഷക്കാലത്തെ വഴി ദൂരം താഴോട്ട് ആ മനുഷ്യൻ പതിച്ചു പോയേക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകളെ കുറിച്ച് ബോധ്യമുണ്ടാകണം. ഒരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. പടച്ച റബ്ബിലും അന്ത്യദിനത്തിലും ബോധ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒന്നുകിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു തഖ്വയുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين